നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീമദ് നാരായണീയമാകുന്നു. മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ നാരായണീയത്തിലെ സൃഷ്ടിഭേദങ്ങളെന്ന 10ാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് ശ്ലോകം ചർച്ച ചെയ്യാം. ഏകാദശാഹ്വയതയാച വിഭിന്ന രൂപം രുദ്രം വിധായ ദയിത വനിതാശ്ച ദത്വാ താവന്ത്യദത്ത പദാനി ഭവത് പ്രണൂന്നഃ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിത വനിതാഃ ച ദത്വാ താവന്തി അദത്ത ച പദാനി ഭവത് പ്രണൂന്നഃ പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അധ സഹ ഭവത് പ്രണൂന്നഃ രുദ്രം ഏകാദശാഹ്വയതയാ വിഭിന്നരൂപം ച വിധായ ദയിതാഃ വനിതാഃ ച ദത്വാ താവന്തി പദാനി ച അദത്ത സാദരം തം പ്രജാവിരചനായ പ്രാഹ ച. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അങ്ങയുടെ നിർദ്ദേശം മൂലം ബ്രഹ്മാവ് ശിവനെ 11 പേരുകളും 11 വിഭിന്ന രൂപങ്ങൾ സൃഷ്ടിച്ച് അവരിൽ ഓരോ രുദ്രന്മാർക്കും പത്നിമാരെയും സ്ഥാനമാനങ്ങളെയും പ്രദാനം ചെയ്ത് ബഹുമാനപൂർവം രുദ്രനെ പ്രജാസൃഷ്ടി ചെയ്യുവാൻ ക്ഷണിക്കുകയും ചെയ്തു. നമസ്തേ.